ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മൾ ബേക്കറിയിൽ നിന്നെല്ലാം വാങ്ങുന്ന ചെറിയ മുട്ട ബിസ്ക്കറ്റ് ഇല്ലേ, അതിൻ്റെ റെസിപ്പിയാണ്. ഇതിന് കോയിൻ ബിസ്ക്കറ്റ് എന്നും പറയും. നമ്മളിത് ഉണ്ടാക്കുന്നത് ഓവനിലൊന്നുമല്ല, ഗ്യാസ് അടുപ്പിലാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു ബൗളിലേക്ക് ഞാൻ 1/4 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫുഡ് കളർ ആണെങ്കിൽ അതായാലും മതി. അതേപോലെ ഒരു നുള്ള ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിന്. ആ വീഡിയോ എൻ്റെ അടുത്ത് മിസ്സായിപ്പോയി. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി മറ്റൊരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് പഞ്ചസാരയാണ്. പഞ്ചസാര ഞാൻ പൊടിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. 5 ടേബിൾ സ്പൂൺ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടി ആവശ്യമുണ്ട്. 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് കുറച്ച് വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുക. 1/2 ടീസ്പൂൺ വാനില എസൻസ് ആണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. വിസ്ക് ഇല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടാലും ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. വിസ്ക് ആകുമ്പോൾ എളുപ്പമായിട്ട് മിക്സ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ മൈദയിലേക്ക് നമ്മളിപ്പോൾ മിക്സ് ചെയ്ത ആ മുട്ട ചേർത്ത് കൊടുക്കാം. ഇനി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പോൾ ബാറ്റർ റീഡർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഒരു റിബൺ പരുവത്തിലാണുള്ളത്. ഇനി നമുക്കിതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പൈപ്പിംഗ് ബാഗിലാണ് മാറ്റി കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ അതില്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിൽ ഇതേപോലെ ഈ മാവ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഒരു മൂല ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഡ്രോപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ കോൺ ഭാഗം ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേഗം തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതേപോലത്തെ ഒരു ഫ്രൈ പാനോ അല്ലെങ്കിൽ ദോശയെല്ലാം ചൂടുന്ന ദോശക്കല്ലില്ലേ, അതായാലും മതി. കുറച്ച് വലിയ സൈസാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അപ്പോൾ അതിൻ്റെ അടുത്ത് ചെറിയ സൈസാണെന്നുള്ളത്. ഇനി നമുക്ക് ഇതേപോലെ ഒന്ന് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഡ്രോപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ മൊത്തത്തിൽ അങ്ങ് മിക്സായി പോവും. അപ്പോൾ ഞാൻ ഈ ഫ്രൈ പാന് മൊത്തം ഇങ്ങനെ ഡ്രോപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യം തന്നെ ഒരു ഉപയോഗിക്കാത്ത പഴയ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. 5 മിനിറ്റ് മുമ്പാണ് വെച്ചത്. ഇനി നമുക്കിത് അതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇങ്ങനെ വെച്ച് കൊടുത്താൽ അടി പെട്ടെന്ന് കരിഞ്ഞു പോവില്ല. ഇനി ഇത് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു ദോശ തവയിലേക്കും കൂടി ഇതേപോലെ ബിസ്ക്കറ്റ് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ആയി കിട്ടും. അങ്ങനെ ഞാൻ ടോട്ടൽ 5 പ്രാവശ്യമാണ് ഇതേപോലെ ബിസ്ക്കറ്റ് ഡ്രോപ്പ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ നിങ്ങൾ വലിയ സൈസുള്ള ദോശ തവയാണെങ്കിൽ പ്രശ്നമില്ല, പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അപ്പോൾ ഇത് മുഴുവനായി ആയി കൊടുത്തിട്ടുണ്ട്. നമുക്കിത് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പഴയ ഒരു തവ ഞാൻ ചൂടാകാൻ വേണ്ടി വെച്ചിരുന്നു. അതിന് മുകളിലാണ് ഈ ഒരു തവ ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് 10-12 മിനിറ്റ് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം വേവിച്ചെടുക്കാൻ. അപ്പോൾ അതിൻ്റെ റെഡി ആയിട്ടുണ്ട്. എനിക്ക് കറക്റ്റ് 10 മിനിറ്റ് ആകുമ്പോൾ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിയെല്ലാം ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇത് പൊട്ടിച്ച് വെക്കാം. അപ്പോൾ ചൂടോടെ തന്നെ പൊട്ടിച്ച് നോക്കുമ്പോൾ ഒരു സോഫ്റ്റ് പോലെയാണ് ഉണ്ടാവുക. ഈ ചൂട് ആറിക്കഴിഞ്ഞാൽ അത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ ബാക്കിയുള്ളവ ഇതേപോലെ തന്നെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചൂട് ആറിയതിന് ശേഷമുള്ള ബിസ്ക്കറ്റിൻ്റെ രൂപമാണ്. അപ്പോൾ ഞാൻ ഇത് കാണിച്ചു തരാം നിങ്ങൾക്ക്. അടിഭാഗം നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിന് പൊട്ടിച്ച് നോക്കാം. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. വീട്ടിൽ കുഞ്ഞി കുട്ടികളുണ്ടെങ്കിൽ എന്തായാലും അവർക്കിത് ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി കൊടുക്കണം. കൂടാതെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.